വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നസെന്റിനെ ഇടതുപക്ഷം ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ ഇറക്കിയത് തന്നെ. വലിയ ആവേശത്തിലാണ് ചാലക്കുടിയിലെ പ്രവർത്തകരെല്ലാം. ഈ സാഹചര്യത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പിന്തുണയും കൂടി ഇന്നസെന്റിന് ലഭിക്കുന്നതോടെ വലിയ രീതിയിലുള്ള ഒരു വിജയം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു സംഭവവും ഇന്നുണ്ടായി. ഇന്നസെന്റിന്റെ റോഡ് ഷോ നടന്നിരുന്ന ഭാഗത്തോടു കൂടി കടന്നുപോയ മെഗാസ്റ്റാർ മമ്മൂട്ടി റോഡ് ഷോ കണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇന്നസെന്റിന്റെ പ്രചരണ വാഹനത്തിൽ കയറുകയും അവിടെ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ഇന്നസെന്റിന് പൂർണ്ണ വിജയാശംസകൾ നേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ആവേശത്തിലായിരുന്നു അവിടെ കൂടിയിരുന്ന പ്രവർത്തകരെല്ലാം തന്നെ. നേരത്തെ തന്നെ മമ്മൂട്ടിയുടെ ഇടതുപക്ഷ ചായ്വ് മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരുന്നതാണ്. പിന്നെ ഇന്നസെന്റും കൂടി ആയതുകൊണ്ടാണ് മമ്മൂട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രചരണ രംഗത്ത് എത്തിയത്. എന്തായാലും വലിയ ആവേശത്തിലാണ് ചാലക്കുടിയിലെ ഇടത് അണികൾ. മാത്രമല്ല ഇന്നസെന്റ് ഈ കാര്യം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇന്നസെന്റിന്റെ ഫേസ്ബുക്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രചരണവേദിയിൽ എത്തി എന്ന തരത്തിലുള്ള ഒരു തലക്കെട്ടോടുകൂടി ഫേസ്ബുക്കിലും ആ വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. എന്തായാലും വലിയ ആവേശത്തിലാണ് ചാലക്കുടിയിലെ ഇടത് പ്രവർത്തകർ. അതുമാത്രമല്ല 1979 ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 12ാം വാർഡിൽ മത്സരിച്ച ഇന്നസെന്റ് അന്ന് പരാജയപ്പെടുത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോൾ ആലൂക്കായെ കണ്ട് അനുഗ്രഹം വാങ്ങാനും പോയിരുന്നു. ഇതും വലിയ വാർത്തയായതാണ്. ദുഃഖവെള്ളിയാഴ്ചയായ ഇന്നലെ ആ അപൂർവ ഒത്തുചേരൽ നടന്നു. പോളേട്ടൻ എന്ന ഇന്നസെന്റ് വിളിക്കുന്ന പോൾ ആലൂക്കായുടെ ഇരിങ്ങാലക്കുടയിലുള്ള വസതിയിൽ ഏറെ നേരം ചെലവഴിച്ചാണ് ഇന്നസെന്റ് പോളേട്ടന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങിയത്. ഇന്ന് മെഗാ റോഡ് ഷോയാണ് ഒരുക്കിയിരുന്നത്. ഈ റോഡ് ഷോയിലാണ് മമ്മൂക്ക പങ്കെടുത്തത്. ലോക്സഭാ മണ്ഡലം മുഴുവൻ ഒരൊറ്റ പകൽ കൊണ്ട് പിന്നിടുന്ന വമ്പൻ റോഡ് ഷോയ്ക്കായിരുന്നു ഇന്നസെന്റ്. അതിൻ്റെ പകുതിയിലാണ് മമ്മൂട്ടിയും പങ്കെടുത്തത്. പ്രമുഖ നേതാക്കൾക്കൊപ്പം ചലച്ചിത്ര സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ഇതിൽ പങ്കെടുത്തിരുന്നു. രാവിലെ കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിലെ ചിത്രാപോന്നിയിൽ സംവിധായകൻ കമലായിരുന്നു റോഡ് ഷോയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇരുചക്രവാഹന റാലികൾ, പ്ലക്കാർഡുകളേന്തി വരവേൽക്കുന്നവർ, കരിമരുന്ന് പ്രയോഗം, വനിതകളുടെ അഭിവാദന മാർച്ച്, ഫ്ലാഷ് മോബുകൾ എന്നിവയെല്ലാം പ്രചരണത്തിൻ്റെ മാറ്റുകൂട്ടി. അമ്പലമുക്കിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും സന്ദർശിച്ചായിരുന്നു ഇന്നസെന്റ് ആദ്യം പ്രചരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ഫാക്ടറിയുടെ പുനരുദ്ധാരണത്തിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ പ്രദേശത്തെ വൻകിട പൊതുമേഖലാ കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും തുടർ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇന്നസെന്റ് പറഞ്ഞിരുന്നു. എരുതച്ചൻ വുഡ് ടെക്നോളജി സെന്ററും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. കാലടിയിൽ ജാതിക്ക പാർക്ക് സ്ഥാപിക്കാൻ, ചാലക്കുടിയിൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്കും, പരിയാരത്ത് ആധുനിക മാംസ സംസ്കരണ ഫാക്ടറിയും സ്ഥാപിക്കൽ എന്നിവയാണ് വ്യവസായ രംഗത്ത് നിയോജക മണ്ഡലത്തിലെ മറ്റു ലക്ഷ്യങ്ങളെന്നും ഇന്നസെന്റ് പറഞ്ഞിരുന്നു. എറാപുരം റബ്ബർ പാർക്കും അദ്ദേഹം സന്ദർശിച്ചു. പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് പള്ളിക്കൽ കാൽകഴുകൽ ശുശ്രൂഷയിലും ഇന്നസെന്റ് പങ്കെടുത്തിരുന്നു. എന്തായാലും മമ്മൂട്ടി കൂടി ഇന്നസെന്റിനായി പ്രചരണത്തിന് ഇറങ്ങിയതോടെ ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് കളം വീണ്ടും ചൂടുപിടിക്കുകയാണ്. സിനിമയിലെ പല പ്രമുഖരും ഇന്നസെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് തന്നെയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.